മൂന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സുഡോക്കോ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷനിൽ നമ്മൾ ഗെയിം എഡ്യൂക്കേഷൻ കിഡ്സിൽ നമ്മൾ Gcommerce തുറക്കുന്നു. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സുഡോക്കോ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തെടുക്കുന്നു. ഒരു സംഖ്യ അല്ലെങ്കിൽ ചിഹ്നം തിരഞ്ഞെടുത്ത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ക്ലിക്ക് ചെയ്യുക. ഓരോ ചിഹ്നവും വരിയിലും നിരയിലും സബ് റീജിയൻ ഉണ്ടെങ്കിൽ അതിലും ഒറ്റ തവണ മാത്രമേ വരാവൂ. ഈ ഒരു കളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടുപോയിട്ടുള്ള ഈ ഇടത് ഭാഗത്തിലുള്ള ചിത്രങ്ങൾ ഈ ഒരു കള്ളിയിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു ലൈനിൽ ഈ നിരയിലും അതുപോലെ ഈ ഒരു നിരയിലും ഇല്ലാത്തതായ ഒരു ഇമേജ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടിലും ത്രികോണങ്ങളുണ്ട്, അപ്പോൾ ഈ ഇമേജ് ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് അറിയാം, പച്ച കളറിലുള്ള ഇമേജാണ്. ഇനി നമ്മൾ ഈ ഒരു ലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിവിടെ ഒരു ത്രികോണത്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ ഇവിടെ ഇവിടുത്തെ ചിത്രം ഇപ്പോൾ ഈ ലൈനിൽ നോക്കാം. അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെയും നോക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ചിത്രമാണ് ഇല്ലാത്തത് മനസ്സിലാവും. അങ്ങനെ ഈ രീതിയിലാണ് ഈ ഗെയിം കളിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇതിൽ കുട്ടികളുടെ ഈ ലോജിക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഗെയിമുകളുള്ളത്. അപ്പോൾ ഇതുവഴി കുട്ടികൾക്ക് അവരുടെ മെൻ്റൽ എലിജിബിലിറ്റിയൊക്കെ കൂട്ടാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഗെയിം ഇതിൽ ചെയ്തിട്ടുള്ളത്. കൊള്ളാം. വളരെ നല്ലത്. വളരെ നല്ലത്. ഒന്നാന്തരം. സൂപ്പർ. അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഓരോ ലെവൽ കഴിയുന്ന സമയത്തും പുതിയ ചിത്രങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഗെയിമിനെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനും അവരുടെ കഴിവ് കൂട്ടാനും ഈ ഒരു ഗെയിമിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്നാന്തരം. കൊള്ളാം. സൂപ്പർ. ഒന്നാന്തരം. ഗംഭീരം. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഒരു ഗെയിം ഉള്ളത്. കൃത്യമായിട്ട് എല്ലാവർക്കും ഈ ഒരു ഗെയിം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് നമുക്ക് നോക്കാം.